ഇന്ന് പുതുവായനയിൽ UK കുമാരൻ എഴുതിയ വാത്സല്യം ഒരു ഗന്ധമാണ് എന്ന കഥ കേൾക്കാം. വായിക്കുന്നത് ഡോക്ടർ വേലായുധൻ. കോളേജ് വിട്ടു വന്നു. വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോഴാണ് വേലിയുടെ അപ്പുറത്തുനിന്ന് മണിക്കുട്ടൻ വിളിച്ചു പറഞ്ഞത്, അയ്യക്കുട്ടിയേട്ടൻ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അവൻ്റെ നേരെ നോക്കി വലതുകൈ നിവർത്തി വായ്ക്ക് നേരെ പിടിച്ച് ചന്തൂട്ടൻ വിലക്കി. ഒന്ന് പതുക്കെ പറ. എന്നിട്ട് അവൻ ഇരുഭാഗത്തേക്കും നോക്കി. അച്ഛനോ അമ്മയോ കേട്ടാൽ മതി, ദേഷ്യപ്പെട്ട് അവർ പുറത്തേക്ക് വരും. അയ്യക്കുട്ടിയുടെ പേര് കേൾക്കുന്നത് തന്നെ അവർക്ക് അരിശമാണ്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ് താൻ. ആളുകളെ പിഴിഞ്ഞ് എന്തിനാ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത്? അവർ ഇങ്ങനെയാണ് കുറ്റപ്പെടുത്താറുള്ളത്. അയ്യക്കുട്ടിയേട്ടൻ ഇന്നെന്തിനാണ് വിളിപ്പിച്ചത്? എവിടേക്കെങ്കിലും യാത്ര ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിട്ടില്ലല്ലോ. കിഴക്കോട്ടേക്ക് നീണ്ടു കിടക്കുന്ന നേടുകളെ നോക്കി ചന്തൂട്ടൻ ആലോചിച്ചു. അങ്ങാടിയിലെ സ്വന്തം കടമുറിയിൽ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അയ്യക്കുട്ടിയേട്ടൻ ഇരിപ്പുണ്ടാകും. കയ്യിൽ കച്ചവടമൊന്നുമില്ല. ഒരു മേശയും കസേരയും, കയ്യെത്തും ദൂരത്ത് ഇരുമ്പിൻ്റെ ഒരു പെട്ടി, ഇടതുവശത്ത് മർഫിയുടെ ഒരു പഴയ റേഡിയോ. കാലത്ത് മുതൽ ഉച്ചവരെ അയ്യക്കുട്ടിയേട്ടൻ വീട്ടിലുണ്ടാകും. വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് അയാളാണ്. കാലത്തും ഉച്ചയ്ക്കും രാത്രിക്കും വേണ്ട ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. അതിനും പുറമെ കൃഷിക്കാര്യങ്ങൾ നോക്കണം. വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാളുണ്ടായാൽ നല്ലതല്ലേ? അതിനൊരു കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഉടൻ മറുപടി ഇങ്ങനെ ആയിരിക്കും, അതിന് എനിക്ക് പറ്റിയ ഏത് പെണ്ണാണ് ഈ നാട്ടിലുള്ളത്? മുറ്റവും മുറികളും തൂത്തുവാരാനും അടുക്കള കാര്യങ്ങൾ നോക്കാനും ഒരു ജോലിക്കാരി വെച്ചുകൂടെ എന്ന അന്വേഷണത്തിന് ഒന്നിനും ഒരു ബർക്കത്തുണ്ടാവില്ല. വീട്ടിൽ കയറ്റാനും പറ്റില്ല എന്ന മറുപടിയാണ് തരിക. തറവാട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് അങ്ങനെ കഴിയുന്നതിൽ ഒരു പ്രത്യേക സുഖം അയാൾ അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പെണ്ണുങ്ങളോട് സംസാരിക്കുന്നതിനും അയ്യക്കുട്ടിയേട്ടൻ വളരെ വിമുഖതയാണ്. ഉച്ചയ്ക്ക് വീട് പൂട്ടി കടയിലേക്ക് നടക്കും. കയ്യിൽ കറുത്തൊരു തോൾ സഞ്ചിയും ഉണ്ടാകും. അതിൽ നിറയെ പണമാണ്. അയ്യക്കുട്ടിയേട്ടൻ കടയിൽ വരുന്നതും കാത്ത് ആവശ്യക്കാർ നിരന്നിരിക്കുന്നുണ്ടായിരിക്കും. അവർക്കെല്ലാം പണം ആവശ്യമുണ്ട്. കട തുറന്ന് ഇരുമ്പ് പെട്ടിയിൽ പണം ഭദ്രമായി വെച്ചതിന് ശേഷം ഓരോരുത്തരെയും വിളിക്കും. കൃത്യമായ മുദ്രപത്രത്തിൽ ഒപ്പുവെപ്പിച്ചതിന് ശേഷം പണം കൊടുക്കും. മുദ്രപത്രത്തിൽ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അതൊക്കെ ആവശ്യം വരുമ്പോൾ അയ്യക്കുട്ടിയേട്ടൻ എഴുതി ചേർക്കും. അതാണ് പതിവ്. ഇന്ന് എവിടേക്ക് പോകാനായിരിക്കും തന്നെ വിളിപ്പിച്ചത്? അയ്യക്കുട്ടിയേട്ടന് സ്വന്തമായി ഒരു കാറുണ്ട്. നന്നായി ഓടിക്കുകയും ചെയ്യും. വൈകുന്നേരത്തോടെ കട കഴിഞ്ഞാൽ ഒരു പോക്കാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഹോട്ടലിലേക്ക്, അല്ലെങ്കിൽ പണം കടം വാങ്ങി കാലാവധി കഴിഞ്ഞവരുടെ വീടുകൾ നോക്കി. കഴിഞ്ഞ മാസം നടത്തിയ യാത്ര ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വഴി റോഡിന് അപ്പുറത്തുള്ള ഒരു ഇറക്കം കഴിഞ്ഞ ഒരിടത്തേക്കാണ് അയ്യക്കുട്ടിയേട്ടൻ പോയത്. അപ്പോൾ കാറിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. തിരിച്ചു വരാൻ ഏറെ സമയമെടുത്തു. വികസിച്ച മുഖവുമായി ഉറക്കം കയറി വരുന്ന അയ്യക്കുട്ടിയേട്ടനെ കണ്ടപ്പോൾ മനസ്സിലായി, ഇന്ന് നല്ലൊരു കച്ചവടം ഒത്തുകൂട്ടിയിട്ടുണ്ടാവും. കടത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ പലിശയും കൂട്ടുപലിശയും അടക്കം നല്ലൊരു തുക എടുത്തിട്ടുണ്ടാവണം. ഈ കഥ നാളെ തുടരും.